ഈ കാറ് ഒരു മൂരിയോ പശുവോ പൊട്ടിക്കില്ല. അതെ അതെ. ആന ഇവിടുന്ന് കുത്തി എറിഞ്ഞാണ് അത്. അതെ അതെ അതെ. നമ്മൾ ആ കാൽപ്പാട് കണ്ടില്ല. അതെ അതെ, കാൽപ്പാട് കാണും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കർഷകൻ്റെ പശുവിനെ ആന ആക്രമിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തൊഴുത്തും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു. പശുവിൻ്റെ വയറ്റിലൂടെ കൊമ്പ് കുത്തി ഇറക്കിയ നിലയിലായിരുന്നു ഇന്നലെ ഉള്ളത്. അപ്പോൾ ഇന്നലെ അതിന് രക്ഷപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആ ഒരു പശു ചത്തുപോയി. അതിനെ മറവും ചെയ്തെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയപ്പോൾ വൈകി. ഇന്നലെ ആണ് സംഭവം നടന്നത്, മിനിഞ്ഞാന്ന് രാത്രി. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് അറിഞ്ഞത്. പക്ഷേ എനിക്ക് ഇന്നലെ എത്താനായിട്ട് സാധിച്ചില്ല. നമ്മളിപ്പോൾ ഏതായാലും അവിടെ ചെന്ന് ആ ഒരു കർഷകനെ നേരിട്ട് കണ്ട് ആ കാര്യങ്ങളൊന്നും അറിയാൻ പോകാം കേട്ടോ. വയനാട് പുൽപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു 1-2 കിലോമീറ്റർ അപ്പുറം ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വീട്ടിലെ പശുവിനാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് ഇതിലൂടെ തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ചെണ്ടൻ. ചെണ്ടൻ. ഇന്ന് ഇത് എപ്പോഴാണ് സംഭവം നടന്നേ? ഞാൻ അന്നേരം എണിച്ചതാണ്. 2:30 പട്ടി കുറച്ചപ്പോൾ സാധാരണ എപ്പോഴും ആനയും പന്നിയൊക്കെ ഇല്ല പോക്കുണ്ട്. ആനയുമ്പോൾ സ്ഥിരം പോക്കുണ്ട്. അപ്പം ഈ കാലിന് ഈ കുത്തും നമുക്ക് ഉറക്കത്തല്ല, വീട്ടിലില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ എന്ത് സംഗതി വയലിൽ ആനയ്ക്ക് വേണ്ടിയിട്ട് പന്നിക്കൊണ്ട് കാവല് കൂടി എല്ലാം പഠിച്ചൊരാളാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റൂം അതാ. അപ്പോൾ ബില്ലും ഉണ്ട്, മറ്റേ അമ്പും ഉണ്ട്. പണ്ടത്തെ ഞങ്ങളെ നിയമമുണ്ട്, ബില്ലും ഉണ്ട്, അമ്പും ഉണ്ട് എൻ്റെ അടുത്ത്. എപ്പോഴും ഈ വീട്ടിലുണ്ട്. നമ്മളെ തറവാട് മറ്റേ അവിടെയാണ് കുറഞ്ഞുമില്ല. അങ്ങനെ ഞാൻ ലൈറ്റും ഉണ്ട്, ലൈറ്റും എല്ലാ ലൈറ്റും ഉണ്ട്. അങ്ങനെ ഈ നമ്മളെ 2 പട്ടിയുണ്ട്. അപ്പോൾ നമ്മളെ വയസ്സം പട്ടി കുരയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പന്നിയോ ആനയോ വന്നു കാണു. പക്ഷേ കാലുകളെ മിണ്ടാപ്പുറാത്ത ഇത് ആന വന്ന് ചെയ്യും നമുക്ക് ധാരണ ഉണ്ട്, ഉറക്കത്തല്ലേ. അപ്പം ഞാൻ ഈ വയലിൽ കാവിൽ എപ്പോഴും കാവിലെല്ലാ കാര്യം വീട്ടിലും അങ്ങനെയാണ്. അങ്ങനെ എണിച്ച് ഞാൻ ഈ ലൈറ്റ് എടുത്ത് ബാക്ക് കൂടെ വാതിൽ, ഈ മുമ്പിൽ പോയില്ല, പുറകെ കൂടെ വാതിൽ തുറന്നിട്ട്, അപ്പോൾ മുമ്പിൽ പട്ടിയുണ്ടല്ലോ. അപ്പോൾ എന്താ നോക്കാൻ വേണ്ടി അതാ പട്ടി. അങ്ങനെ നോക്കാൻ വേണ്ടില്ല, ഈ ലൈറ്റ് നോക്കും, ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ പിന്നെ രണ്ടാമത് കയറി ഞാൻ അവിടെ ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് തെളിക്കുമ്പോൾ ആന അപ്പുറമുണ്ട്, തൊട്ടപ്പുറം കുത്തി ആന. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഇത് കണ്ടപ്പോൾ ചെറിയ ഈ ആന കുത്തിന്ന് ഓർത്തല്ലേ ഞാൻ. ആദ്യം ഞാൻ മറ്റേ ഈ ആന വന്ന് തൊഴുത്ത് തട്ടിയല്ലേ, അതിൻ്റെ ആണിയെ മറ്റേ കയറുന്നതാണ്. അങ്ങനെ ഈ ലൈറ്റ് ഇട്ട് തിരിച്ച് നോക്കുക, ആന കുത്തി അപ്പുറം ആനൻ്റെ കൊമ്പിൻ്റെ പാട്. പിന്നെ അപ്പം ഇറങ്ങിപ്പോയി. അങ്ങനെ നോക്കിയപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് എന്ത് പണി ചെയ്ത്, അപ്പോഴത്തേനും നമ്മളെ പോർച്ചുകാർ, നമ്മൾ ആൾക്കാരുണ്ട് പോർച്ചുകാർ, രാത്രി ഇങ്ങനെ പോണ ലൂട്ടി പോർച്ചില്ലേ, അയാളെ പേര് രാമനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാമേട്ട ഇന്ന പോലാണ്. അയാളും വന്ന് അന്നൊരു ആന പുറവ് വഴിക്കും, അതേ ആന കുത്തിയ സ്ഥലത്ത് നിന്ന് തിരിച്ച് 3 മണിയായപ്പോൾ തിരിച്ചങ്ങ് പോവുക. സ്ഥലം കാണിച്ചോ? ഓ, കൃത്യമായിട്ടുള്ള ഇത് വേണം. കാരണം ഞാനത് എൻ്റെ 2 നായ്ക്കളും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ആളാണ്. കാരണം ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 6 കൊല്ലം പണിയെടുത്ത ആളാണ്. പിന്നെ ഞങ്ങൾ മുളക്കുറമല്ല, ചിക്കാറും ആനെ പറ്റിയും പന്നിനെ പറ്റി കാട്ടുമൃഗത്തെ പറ്റി പഠിച്ച ആളാണ്. പക്ഷെ ഇത് വിചാരിച്ചില്ലല്ലേ? അതാ അല്ല, അവരെപ്പോഴും കുരയ്ക്കും, അവർ കുരയ്ക്കും. പക്ഷെ അവര് അന്ന് ചങ്ങല കഴിച്ചു വിട്ടില്ല രാത്രി, അല്ലെങ്കിൽ ആന ഇങ്ങോട്ട് അടുപ്പിക്കില്ല അവര്. അതിന് ഈ മടവീട് വീട് ടൈലേഴ്സ് ഇട്ടല്ല, അതിൽ ചെളി ചവിട്ടണൊക്കെ അയച്ചു വിട്ടില്ല. അല്ലെങ്കിൽ അവർ ആന ഈ പരിപാടിക്ക് നിൽക്കില്ല. ആന അപ്പോഴേക്കും ഞാൻ ഇറങ്ങും. ആന എന്ത് തിന്നാനാ ഇങ്ങോട്ട് വന്നേ ശരിക്കും? ആന എന്ന് പറയുമ്പോൾ ആന തിന്നല്ല, വരി ആന അതിലേ വന്നത്. ആന വന്നിട്ട് അല്ല ഇത് നെല്ല്
നമ്മൾ കൃഷി എടുക്കുന്ന കള ഇത്. ആ, അതെ അതെ. ഒക്കലുകൾ. ആന അതിൽ വന്നിട്ട് ഇതിലെ കയറിയപ്പോ അല്ലേ? ആല എനക്ക് ഞാൻ കിടന്ന് ഒരു മിനിറ്റ്. നടന്നു പോയ ഇങ്ങോട്ട് വന്നു. ഈ വഴിക്കാട്ടോ പോയെ? അല്ല, നേരെ വന്നത് ആന ഗവിലുള്ള ആന. ഇതിലെങ്ങനെ പോയല്ലേ? ഇത് അതിനെ കുഴിച്ചിട്ടാ. പശുവിനെ കുഴിച്ചിട്ടല്ലേ? കേട്ടോ, പശുവിനെ കുഴിച്ചിട്ടല്ലേ? നേരെ ഇത് ആലക്കൂടത്. നേരെ വന്ന് ആലക്കുടിൽ ഈ കുഴിച്ചിട്ടം അതിനാണ് ഈ സൈഡിൽ. ഈ തൊഴുത്ത് മൊത്തം ആന നശിപ്പിച്ചാലേ? ആന തൊഴുത്തും ഇത് ചാണക്കുഴിയാണ്. ഓഹോ, അതിൻ്റെ അകത്ത് ഇറങ്ങി? അതിലാണ് ഇതിനെ കാലിറങ്ങിപ്പോയി തോന്നുന്നല്ലേ? ഇതല്ലേ കാലിറങ്ങി? ഒന്ന് അപ്പുറത്ത് അതാ കമ്പി വളഞ്ഞു കാണില്ലേ, അതങ്ങനെ അതിപ്പോൾ രക്ഷപ്പെട്ടു. അവിടെ വയലുണ്ട്. എന്ത് വേറെ രണ്ടെണ്ണത്ത് ആലയിൽ ഉപദ്രവിച്ചോ? അതെങ്ങനെ കാറ് പൊട്ടിട്ട് എന്തോ ജീവനം കൊണ്ട് പ്ലാസ്റ്റിക് കാറാ പൊട്ടിച്ച് അത് രക്ഷപ്പെട്ടു. ഇതിനെ ഇവിടെ നിന്നിട്ട് കുത്തിയല്ലാതെ വരി ആന എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഇത് പഠിച്ച ഇതിനെ ഇപ്പം ഈ കുഴിച്ചോട്ടനെ ഇവിടുന്ന് കുത്തി ഈ കാരമാണ് ഇപ്പൊ കുഴിച്ചിട്ട് ആന കുത്തിയത്. ഇതിനെ ഈ കാറ് പൊട്ടിച്ച് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാത് ഇവിടുന്ന് എടുത്തെറിഞ്ഞു കാണും. തൊക്കി എറിഞ്ഞ് അങ്ങനെ കയറ് പൊട്ടി. ഇത് ഇതിന്റെ ഇപ്പുറം കിടാവുണ്ട്. രണ്ടാമത്തെ കിടാവല്ലേ? അത് എങ്ങനെ ദൈവഭാഗ്യം തോന്നുന്നു. ഈ കമ്പി വളഞ്ഞു കാണില്ലേ, ഇത് എങ്ങനെ ആ കുട്ടി അതിപ്പോ ചെറുതവിടെ ഉണ്ട്. ഇതൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഫസ്റ്റിൽ ഈ രണ്ട് നായ്ക്കൾ കുറച്ചപ്പോൾ ഞാൻ പുറത്തിറങ്ങി. ആന ഇതിൽ വരവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പം ഇത് ഈ ആലക്കൂട് കാണില്ല. ഓ, ആലക്കൂട് കാണുന്നില്ല രാത്രി നോക്കിയപ്പോൾ അല്ലേ? അപ്പം ഈ കുച്ചിട്ട് മൂരിക്കിടാവിനെ അവിടെ നിന്ന് കുത്തിയിട്ട് ഇങ്ങോട്ട് എടുത്തെറിഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു. ഓഹോ, അതാ ചാണക്കുഴിയിലൊക്കെ ഇത് കാലിറങ്ങി പോയാന്ന് തോന്നുന്നു. ഇവിടുന്ന് കുത്തിയിട്ട് ഇവിടുന്ന് അവിടെ ആ കുഴി കാണുന്നേ അല്ല, ഞാനൊരു ഇത് ഇവിടെ ചവിട്ടുണ്ട്. ഈ ചെറിയ കുട്ടി ഇപ്പം ജീവിച്ചുള്ള കുട്ടി എങ്ങനെ ഇതിന് ദൈവം പൊട്ടിച്ചു കൊടുത്താ അങ്ങനെ ഇതിനെ കുത്തുമെന്ന് നോക്കിയപ്പോൾ ഞാൻ അന്നേരം പുറത്തിറങ്ങി നോക്കി ലൈറ്റിന് ആന അവിടെ നിൽക്കുക. അവിടെ താഴെ ആ ഭാഗത്തല്ലേ? ഈ കുത്തി എറിഞ്ഞ ഈ ഇപ്പോൾ കുഴിച്ചിട്ട് മരിച്ച് ഇവിടെ കിടക്കുക. അവിടെ കിടക്കുക അല്ലേ? അപ്പോൾ ഇതിന് അങ്ങനെ ഞാൻ ആന കാണാത്തത്. അങ്ങനെ ഞാൻ രണ്ടാമത് വന്നിട്ട് നോക്കുമ്പോഴുള്ള ആന അവിടെ. അതേ ആന തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്തു. അങ്ങോട്ട് പോയാൽ തിരിച്ച് റിട്ടേൺ. സ്ഥിരമായിട്ട് ഇങ്ങനെ ആന വരാറുണ്ടല്ലേ? ഇവിടെ സ്ഥിരം വരും. അത് ചുള്ളിക്കൊമ്പനാണ്. സ്ഥിരം അത് ഇതിലെ നമ്മളെ മുറ്റത്ത് കൂടെ പോണാണ്. ഈ ആന പല വട്ടം ചതിക്കുകയാണ്. ഈ ആളെ കൊല്ലും. ചവിട്ടുന്ന ഏത് ഈ ക്ലാവ് രക്ഷപ്പെട്ട് ഇത് അവിടെ നിന്ന് അതിനെ കുത്തിയിട്ട് എടുത്തെറിഞ്ഞ് ഇട്ടിപ്പോ കുഴിച്ചിട്ടില്ലേ ചത്തനെ ഇതിനെ കുത്താൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത് അവിടെ കാൽപ്പാട്. ഇതാ ഇവിടെ ആൻ്റെ കാൽപ്പാട്. ഇത് ഈ താട്ടി പൊളിച്ച് ഇല്ല ആൻ്റെ കാൽപ്പാട്. ഞാൻ അവൻ ടോർച്ച് അടിച്ചപ്പോഴാണ് ആന അവിടെ നിൽക്കുന്നതാണ്. ഇങ്ങനെ ചവിട്ടി ഇറങ്ങിപ്പോയതായിരിക്കും. ഇതിൽ സാധാരണ ഒരു ആനയും ഒരു വളർത്താനയും കാട്ടാനയും കല്ല്. ഇത് ഭയങ്കര ഈ കൽപ്പുള്ള ആനയാണ്. ഈ ആന വിളഞ്ഞ ആനയാണ്. അത് എന്നതാ അതിലൊക്കെ നടന്നു. ഞാൻ അതാ കുപ്പിയൊക്കെ വഴിയാട്ടതാ കാൽപ്പാടൊക്കെ കാണാം. ഞാൻ അതുപോലെ പോയിട്ട് ആർക്കും ഒരു മനുഷ്യനെ പോലെയാണ്. ഒരു മനുഷ്യൻ ഒരു നാക്കാലിയായാലും മനുഷ്യനും ഒക്കെ ജീവനെ കൊന്നല്ലേ. അതെ. സർക്കാർ എന്ന് പറഞ്ഞപ്പോൾ ഈ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരിത് കണക്കാക്കില്ല. നിങ്ങൾ നമ്മളായാലും ആ രീതിയല്ലേ.
പക്ഷെ ഇതിനൊക്കെ ഒരു ബലമാണ്. നമ്മൾ ഒരു ജീവിതത്തേക്ക് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു പോറ്റുന്ന സാധനം. ഇപ്പോൾ കുറച്ചുങ്ങളെ മൊത്തത്തിൽ പറഞ്ഞ ഒരു പട്ടിയായാലും ഇതൊക്കെ ഒരു വീടിന് ആവശ്യമുള്ള സാധനം. നമ്മളൊരു ചോറ് തിന്ന ബാക്കിയൊരു ചോറ് അതിന് കൊടുത്താൽ അത് ആ നന്ദി നായ്ക്കുണ്ട്. ആ നായ് കാരണമാണ് ഞാനൊക്കെ ഇതറിയുന്നത്. അല്ല നല്ല ചെയ്യണം. എൻ്റെ ഒരു 10 ഇത്രയും വളർത്തി ഇതായി 2 പശുവുണ്ട്. ഇനി അതിനും ഞാനപ്പോൾ കുപ്പിയൊക്കെ അതിലൊക്കെ കെട്ടി വെച്ചു. ഒച്ച കേട്ടിട്ട് വരാതിരിക്കാം അല്ലേ? നമ്മൾ ഉറങ്ങില്ല. ഇപ്പം നിങ്ങളായാലും ഉറങ്ങില്ല. ഇനിയിപ്പോൾ പേടിയായിരിക്കും അല്ലേ? പേടിയല്ല, എന്തിനും നമ്മളൊരു പരിധി കാണണ്ടേ. അത് കുത്തി അന്ന് തന്നെ എപ്പോഴാണ് ചത്തുപോയേ? ഏത് പശു? അന്നാണ് ചത്തുപോയി. അല്ലേ? അപ്പം തന്നെ എത്തൂല? ആ മൂരി ഇവിടെ അതിലെ പറഞ്ഞ ഇവിടുന്ന് ഈ കാറ് കാണുന്നില്ലേ, ഈ പ്ലാസ്റ്റിക് കാറ് പൊട്ടിക്കാണെങ്കിൽ ഈ കാറ് ഒരു മൂരിയോ പശുവോ പൊട്ടിക്കില്ല. ആന ഇവിടുന്ന് കുത്തി എറിഞ്ഞാണ് അത്. നമ്മൾ ആ കാൽപ്പാട് കണ്ടില്ലേ? പിന്നെ നമ്മളെന്താ അതിനെപ്പറ്റി അഭിപ്രായം പറയുക? നിങ്ങൾക്ക് തന്നെ കണ്ടറിഞ്ഞത്. നിങ്ങൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടാനുള്ള ഒരു മാർഗം നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ആവും വേണ്ട. ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? അവർ വന്നായിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞിട്ട് പോയി. ജനങ്ങൾ കഷ്ടപ്പെട്ട് ഒരു നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? ഇവിടുത്തെ പുള്ളിക്കാരൻ നല്ല വെള്ളത്തിലാണ്. അപ്പോൾ പക്ഷേ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെടുക്കാൻ വന്നപ്പോൾ ആ കോലത്തിലായിരുന്നു. അത് വെച്ച് എടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഏതായാലും പുള്ളി ഇത് പശു പോയതിൻ്റെ വിഷമത്തിലാണ്. പുള്ളി അടിച്ച് നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ കണ്ടല്ലോ, ആ തൊഴുത്ത് മുഴുവൻ നശിപ്പിച്ച് പശുവിനെ കുത്തി കൊമ്പ് ഒരു സൈഡിൽ നിന്ന് കയറി അപ്പുറ സൈഡിൽ എത്തിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽസ് എനിക്ക് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഇവിടെ വന്യമൃഗശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് സത്യം പറഞ്ഞു ഇപ്പോൾ ഒരു ചുള്ളിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ആനയ്ക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ മനുഷ്യനോ മൃഗങ്ങളെന്നോ ഒന്നുമില്ല. മൃഗങ്ങൾക്ക് പോലും ആനയുടെ ഭാഗത്തുനിന്ന് രക്ഷയില്ലാത്തൊരു സാഹചര്യമാണ്. ഒരു പശുവിനെയൊക്കെ ഒരു സാധു ജീവിയെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുക, അതും തൊഴുത്തി കിട്ടിയ ഒരു ജീവിയെയൊക്കെ വന്ന് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രത്തോളം രൂക്ഷമാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വന്യമൃഗശല്യം വയനാട്ടിൽ വളരെ രൂക്ഷമായിട്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനവും ഇല്ലാത്തൊരു ഇതിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.